നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനുള്ള മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായി ജില്ലാ അതിർത്തിയായ വഴിക്കടവ് പഞ്ചായത്തിലെ ആനമറയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. നാടുകാണിച്ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. നാടുകാണിച്ചുരത്തിൽ അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുവാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുവാനും വഴിക്കടവ്, നിലമ്പൂരിലെ വടപുറം എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുവാൻ 2 മാസം മുമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ആദ്യ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വഴിക്കടവിലെ ആനമറയിൽ സ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ബോധവൽക്കരണമാണ് ഇവിടെ നടത്തുക. വാഹനയാത്രക്കാരെയും വിനോദസഞ്ചാരികളെയും സമീപിച്ച് ചുരത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തും. ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകും. 2ാം ഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനം പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും. ചുരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക, ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുക, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ കഫ്റ്റീരിയ, ബദൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു. ടൂറിസ്റ്റുകൾ പോകുമ്പോൾ അവരോട് വളരെ ഈ ചെക്ക് പോസ്റ്റ് വെച്ചെങ്കിലും വളരെ നല്ല സൗമ്യമായിട്ട് ഇടപെടണം. ആദ്യമൊക്കെ ഞാൻ പറയുന്നത് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അല്ല, അത് ഇന്ന് മുതലേ തുടങ്ങുന്നതിന് കുഴപ്പമില്ല. മാതൃകാപരമായിട്ട് പറയുക. ഫൈൻ ഈടാക്കുന്നത് നേരത്തെ പ്രസിഡന്റും സ്വാഗത പ്രസംഗനും പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് വെക്കുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് ഉണ്ട് പ്ലാസ്റ്റിക് തരിക, ആരെയും ത്രട്ടൻ ചെയ്യുകയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, തരിക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഡിഗ്രേഡബിളായ ചില വസ്തുക്കളുണ്ട്, അതുവഴി കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഈടാക്കി തന്നെ കൊടുക്കാം. അതാരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും ഇതിന് വലിയൊരു വിപത്ത്. അപ്പൊ ഇങ്ങനെ ഒരു നടപടി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, അത് കാലതാമസം ഉണ്ടായാൽ അത് വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ പ്രദേശത്തിന്റെ നിലനിൽപ്പിന്, നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് അടിഞ്ഞ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മഴ വരുമ്പോഴത്തേക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിടേണ്ടി വരും. നമ്മുടെ ഓടകളെല്ലാം നിറഞ്ഞു പോകുന്നു. ചെറിയ മഴയിൽ പോലും നമ്മുടെ ചെറിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു. ഇതെല്ലാം വന്ന് വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തും ഈ സമീപ പഞ്ചായത്തുകളുടെയും താല്പര്യത്തോടെ ഇവിടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം മുമ്പോട്ട് വെച്ചതിന് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയും സെക്രട്ടറിയും എല്ലാം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. വളരെ വേഗത്തിലാണ് തീരുമാനം എടുത്തത്. ഉദ്ഘാടന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു PB, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി V, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.